രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുണ്ടായ ലൈംഗികാരോപണ കേസുകളെ മുൻനിർത്തി പാലക്കാട് അട്ടിമറി നടത്താമെന്നായിരുന്നു CPMന്റെ കണക്കുകൂട്ടൽ. ഒരു കാലത്ത് CPMന്റെ ഉരുക്കുകോട്ടയായിരുന്ന പാലക്കാട് കോൺഗ്രസ് കൈയടക്കുകയായിരുന്നു. അതിന്റെ അമർഷം തീർക്കാൻ മാങ്കൂട്ടം വിഷയം ഉയർത്തിക്കാട്ടി പാലക്കാട് നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കാമെന്ന വ്യാമോഹത്തിന് കടക്കൽ കത്തിവെച്ചുകൊണ്ടായിരുന്നു രമേശ് പിഷാരടിയുടെ കടന്നുവരവ്. സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് കോൺഗ്രസിന്റെ പട്ടികയിൽ പല പേരുകളും ഉയർന്നിരുന്നു. എന്നാൽ രമേശ് പിഷാരടിയുടെ പേര് അവിടേക്ക് നിർദ്ദേശിച്ചത് വടകര MP ഷാഫി പറമ്പിലാണ്. പാലക്കാട് കോൺഗ്രസിനെ രക്ഷിക്കാൻ K മുരളീധരൻ എത്തുമെന്ന വാർത്തകളായിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപേ കേട്ടിരുന്നത്. പാലക്കാട് MP VK ശ്രീകണ്ഠൻ MP അടക്കമുള്ളവർ മുരളിക്ക് വേണ്ടി രംഗത്ത് വന്നെങ്കിലും അവസാന വാക്ക് ഷാഫിയുടേതായിരുന്നു. അങ്ങനെയാണ് പാലക്കാട് രമേശ് പിഷാരടിക്ക് നറുക്കുവീണത്. രമേശ് പിഷാരടി മികച്ച എതിരാളിയല്ലെന്ന ധാരണ എതിർകക്ഷികൾക്കുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പശ്ചാത്തലം തന്നെയാണ്. കാലങ്ങളായി കോൺഗ്രസ് അനുഭാവിയാണെങ്കിലും വേണ്ടത്ര രാഷ്ട്രീയ പരിചയം അദ്ദേഹത്തിനില്ലെന്നാണ് എതിരാളികളുടെ വാദം. എന്നാൽ ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹത്തിന് ലഭിക്കുന്ന ജനപിന്തുണ ആരെയും അതിശയിപ്പിക്കുന്നതാണ്. പാലക്കാട്ടെ ജനങ്ങൾ ഇരുകൈയും നീട്ടിയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തുന്ന തിരക്കിലാണ് രമേശ് പിഷാരടി. അത്തരത്തിൽ പാലക്കാട് കോപ്പറേറ്റീവ് ആശുപത്രിയിൽ വോട്ട് ചോദിക്കാൻ പോയപ്പോൾ ഉണ്ടായ രസകരമായ സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വോട്ട് ചോദിക്കാനെത്തിയ പിഷാരടിയെ ഒരു ചെറിയ കുട്ടി ഒരാവശ്യവുമായി സമീപിക്കുന്ന വീഡിയോയാണ് പ്രചരിക്കുന്നത്. എനിക്കൊരു കുഞ്ഞുവാവ് ഉണ്ടായിട്ടുണ്ട്, ഒന്ന് വന്ന് കാണാമോ എന്ന് ചോദിച്ചാണ് ആൺകുട്ടി പിഷാരടിയുടെ അടുത്തേക്ക് എത്തിയത്. ഞാൻ തിരക്കിലാണ്, സമയമില്ല, അത്തരം സംസാരം വീട്ടിൽ മതി എന്നൊന്നും പറയാതെ തിരക്കിനിടയിലും ആ കുട്ടിയോടൊപ്പം പോകാനുള്ള സന്നദ്ധത രമേശ് കാണിക്കുകയായിരുന്നു. കുട്ടിയോടൊപ്പം ചെന്ന് കുഞ്ഞിനെയും കുടുംബങ്ങളെയും കണ്ട് സംസാരിച്ച ശേഷമാണ് പിഷാരടി അവിടെ നിന്നും മടങ്ങിയത്. പാലക്കാട് പിഷാരടിയെ ഏറ്റെടുത്തു എന്നതിന് ഇതിൽ പരം തെളിവുകൾ എന്താണ് വേണ്ടതെന്നാണ് ആളുകൾ കമന്റുകളായി ചോദിക്കുന്നത്. ആ വീഡിയോ ദൃശ്യം കൂടി ചേർക്കുന്നു, കണ്ടുനോക്കാം. എങ്ങനെ കവർ ചെയ്യും? അവനെ ആളും എടുക്കണ എന്റെ കുഞ്ഞു അവനെ കാണാൻ വരുമോ ചോദിച്ചില്ലേ? നാലാളി പറയും അതിന് ഒരേ നിർബന്ധങ്ങൾ കൊണ്ടുവരുന്നത് ഒന്ന് ഇവിടെ അല്ല, ഞാനേ താഴെ വോട്ട് ചോദിക്കാൻ വന്ന പിയോ വന്നിട്ട് എനിക്കൊരു കുഞ്ഞുമാവുണ്ട്, എന്നെ കാണാൻ കുഞ്ഞുവിനെ കാണാൻ വിളിച്ചോണ്ട് വന്നതാണ്. റൂമിൽ കയറണ്ടൊക്കെ നോക്കാൻ നടക്കുമ്പോ ഈ കുഞ്ഞുമാവ് സൂപ്പറല്ലേ? കിട്ടില്ല, എന്നാലും എങ്ങനെ കിട്ടണ്ട നോക്കാം. നീ നോക്കടാ, നമുക്കിത് വലിയ ഐഡിയ ഇല്ല. നിന്റെ നീതിയാണപ്പോ അടിപൊളി കേട്ടോ. ഞാനിവിടെ ഇത് നടന്നോണ്ടിരിക്കുന്ന ഇവൻ വന്ന് എനിക്ക് കുഞ്ഞുമാവ് ഉണ്ടായിട്ടുണ്ട്, ഒന്ന് കാണാൻ പറഞ്ഞു. മനസ്സിലായി, ആരോ കാണാൻ നമുക്ക് ഞാൻ ആയിക്കോട്ടെ നടക്കട്ടെ കേട്ടോ. ഓക്കെ, ഇലക്ഷൻ നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളോട് പറയണ്ടല്ലോ.